കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വൈറ്റ് ഹൗസിന് സമീപം ഒരു അഫ്ഗാൻ പൗരൻ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തത്. 2 സൈനികർക്ക് നേരെ വെടിവെച്ചത് അഫ്ഗാനിസ്ഥാൻ സ്വദേശിയായ റഹ്മാനുള്ള ലഖൻവാൾ എന്ന 29കാരനാണെന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. 2021 അഭയം തേടിയെത്തിയ ഇയാൾക്ക് കഴിഞ്ഞ ഏപ്രിലാണ് ഈ അഭയം അനുവദിക്കുന്നത്. വെടിവെപ്പിന് പിന്നാലെ മറ്റ് സൈനികർ കീഴടക്കിയ ഇയാൾ പരിക്കുകളോടെ കസ്റ്റഡിയിലുമാണ്. ഈ വൈറ്റ് ഹൗസിന് സമീപമുണ്ടായ വെടിവെപ്പിൽ അഫ്ഗാൻ പൗരൻ പിടിയിലായ സംഭവത്തിന് തൊട്ടു പിന്നാലെ അഫ്ഗാൻ പൗരന്മാരുമായി ബന്ധപ്പെട്ട എല്ലാ ഇമിഗ്രേഷൻ അപേക്ഷകളുടെയും പ്രോസസ്സിംഗ് അനിശ്ചിതമായി നിർത്തിവെച്ച് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അന്നേ നമ്മൾ വിചാരിച്ചത് തന്നെയാണ് കർശനമായ ഇമിഗ്രേഷൻ നടപടികൾ US ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന്. അത് ഇതാ സംഭവിച്ചിരിക്കുന്നു. സുരക്ഷാ പരിശോധനാ നടപടിക്രമങ്ങൾ പുനഃപരിശോധിക്കുന്നതുവരെ അഫ്ഗാൻ പൗരന്മാരുമായി ബന്ധപ്പെട്ട എല്ലാ ഇമിഗ്രേഷൻ അപേക്ഷകളും അനിശ്ചിതകാലത്തേക്ക് ഉടനടി നിർത്തിവെക്കുന്നുവെന്നും രാജ്യത്തിന്റെയും അമേരിക്കൻ ജനതയുടെയും സംരക്ഷണവും സുരക്ഷയുമാണ് ഏക ലക്ഷ്യമെന്നൊക്കെയായിരുന്നു അന്ന് പ്രഖ്യാപനം. ഈ ഘട്ടത്തിലാണ് അമേരിക്കൻ കുടിയേറ്റ നിയമം കടുപ്പിക്കാനുള്ള നീക്കവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. 3 ലോക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം ശാശ്വതമായി നിർത്തലാക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ ട്രംപ് ഏതെങ്കിലും രാജ്യങ്ങളെ പേരെടുത്ത് പരാമർശിക്കുകയോ 3 ലോക രാജ്യങ്ങൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്നും ഒന്നും വിശദീകരിച്ചിട്ടില്ല. എന്നാൽ റിവേഴ്സ് മൈഗ്രേഷൻ വഴി മാത്രമേ നിലവിലെ സാഹചര്യം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം കൃത്യമായി എണ്ണി പറയുന്നുണ്ട്. അതായത് അമേരിക്കക്കാർ മാത്രം മതി 3 ലോക രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ ഒരുപാട് അഭയാർത്ഥികൾ വരുന്ന സുരക്ഷിതത്വ ബോധത്തെക്കുറിച്ച് യാതൊരു രീതിയിലും ചിന്തിക്കാത്ത നാഗരികമല്ലാത്ത മനുഷ്യർ അമേരിക്കയിലേക്ക് എത്തണ്ട എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അമേരിക്കയുടെ സെൻസസ് പ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഔദ്യോഗിക വിദേശ ജനസംഖ്യ അത് 53 ദശലക്ഷമാണ്. ഇവരിൽ ഭൂരിഭാഗവും ക്ഷേമ പദ്ധതികളെ ആശ്രയിക്കുന്നവരാണ്. ഇതിൽ അവികസിത രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർ, ജയിലുകളിലും മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും കഴിയുന്നവർ, ഗുണ്ടാ സംഘത്തിലെ അംഗങ്ങൾ, മയക്കുമരുന്നിന് അടിമകളായവരുമൊക്കെയുണ്ട്. ഈ പൗരന്മാരല്ലാത്തവർക്കുള്ള എല്ലാ ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡിയും അമേരിക്ക നിർത്തലാക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് കഠിനമായ കുടിയേറ്റ നിയമങ്ങളിലേക്കാണ് അമേരിക്ക പോകുന്നത്. 3 ലോക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം എക്കാലത്തേക്കുമായി നിർത്തിവെക്കുമെന്നും പൗരത്വമില്ലാത്തവർക്കായി ഫെഡറൽ ഭരണകൂടം നൽകുന്ന ആനുകൂല്യങ്ങളും സബ്സിഡികളും നിർത്തലാക്കുമെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ തന്നെ കുടിയേറ്റ വിരുദ്ധനായ ട്രംപ് എന്തായാലും ഒരു കാരണം നോക്കുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത്. പാശ്ചാത്യ നാഗരികതയുമായി പൊരുത്തപ്പെടാത്തതായി കണക്കാക്കുന്ന ഏതൊരു വിദേശ പൗരനെയും നാട് കടത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന, ആളുകൾ മതേതരമായി ജീവിക്കുന്ന, അതിനെയൊന്നും അഡ്രസ് ചെയ്യാൻ പറ്റാത്ത, മോഡേണായി ചിന്തിക്കാത്ത എല്ലാ 6ാം നൂറ്റാണ്ട് ജീവികളെയും അമേരിക്കയിൽ നിന്നും നാട് കടത്തുമെന്നാണ് പറയുന്നത്. നിയമവിരുദ്ധവും അസ്വസ്ഥത ഉളവാക്കുന്നതുമായ ജനസംഖ്യയെ ഗണ്യമായി കുറയ്ക്കുക എന്നതാണ് തന്റെ ഭരണകൂടത്തിന്റെ ലക്ഷ്യമിടുന്നതെന്നും ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. ഈ ഫലം കൈവരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും പറയുന്നുണ്ട്. റിവേഴ്സ് മൈഗ്രേഷന് മാത്രമേ ഈ സാഹചര്യം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയൂ. അതായത് അവിടെ വന്നിട്ടുള്ള ആളുകളെ കൂടുതൽ പരിശോധനകൾക്കൊക്കെ വിധേയമാക്കി അനാവശ്യമായി സബ്സിഡികളും സംരക്ഷണവും കൊണ്ട് ജീവിക്കുന്ന തീവ്രവാദ സ്വഭാവമുള്ള ആധുനിക മനുഷ്യന്മാരല്ലാത്ത ആളുകളെ നാടുകടത്തുമെന്ന് ചുരുക്കം. റെക്കോർഡ് നാടുകടത്തൽ നിലവാരം കൈവരിക്കുന്നതിനായി ട്രംപ് ഇതിനകം തന്നെ പ്രധാന US നഗരങ്ങളിലേക്ക് അധിക ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ടെന്ന് റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പം എല്ലാ ഗ്രീൻ കാർഡുകളും സമഗ്രമായി പുനഃപരിശോധിക്കാൻ ഉത്തരവിട്ടുകൊണ്ട് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പുതിയ മാർഗനിർദ്ദേശവും പുറത്തിറക്കിയിട്ടുണ്ട്. പുതിയ നിർദ്ദേശം ഇതിനകം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെന്നും 2025 നവംബർ 27 മുതൽ സമർപ്പിക്കുന്നതും നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ എല്ലാ അപേക്ഷകൾക്കും ഇത് ബാധകമാണെന്നും US CAS ഡയറക്ടർ ജോസഫ് എഡ്ലോ പറഞ്ഞിട്ടുണ്ട്. 3 ലോകം എന്നൊരു പദമാണ് ട്രംപ് ഉപയോഗിച്ചത്. എന്നാൽ 3 ലോക പദം രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഉപയോഗിക്കാറുണ്ടെങ്കിലും US ഇമിഗ്രേഷൻ നയത്തിൽ അങ്ങനെയൊന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശീതയുദ്ധകാലത്തൊക്കെ US-മായോ സോവിയറ്റ് യൂണിയനുമായോ സഖ്യമില്ലാത്ത രാജ്യങ്ങളെ സൂചിപ്പിക്കാനാണ് ആദ്യം ഇത് ഉപയോഗിച്ചിരുന്നത്. പതിയെ ദരിദ്രമായ അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ വിശേഷിപ്പിക്കാനാണ് ഒരു എക്കോണമി പദം എന്ന രീതിയിൽ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് ഉപയോഗിച്ചിരുന്നു. US ഭരണകൂടത്തിന്റെ പട്ടികയിലുള്ള 19 രാജ്യങ്ങളിൽ പലതും ഈ 3 വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്. കുറഞ്ഞതോ ഇടത്തരം വരുമാനമുള്ളതോ ആയ രാജ്യങ്ങൾ, സംഘർഷമോ അസ്ഥിരതയോ നേരിടുന്ന രാജ്യങ്ങൾ, അധിക സുരക്ഷാ പരിശോധനകൾ ആവശ്യമുള്ള രാജ്യങ്ങൾ എന്നൊക്കെയാണ് ഇപ്പോൾ ട്രംപ് അത് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കഠിനമായ നിയമനിർമ്മാണത്തിലേക്കാണ് അമേരിക്ക പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതായത് അമേരിക്കയിൽ ഇനി അമേരിക്കക്കാർ മാത്രം മതി, അമേരിക്കയിൽ ഇനി പുറത്തുനിന്ന് ആളുകൾ വേണ്ട, വെടിവെപ്പ് അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ അമേരിക്ക ഇനി അനുഭവിക്കേണ്ടതില്ല എന്നാണ് ട്രംപ് പറയുന്നത്.